ഗീതു മോഹൻദാസിന്റെ സംവിധാനത്തിൽ റോക്കിംഗ് സ്റ്റാർ യശ് നായകനായ ടോക്സിക് എന്ന സിനിമയുടെ റിലീസിനെ പറ്റിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ. യഷിന്റെ KGF ശേഷം ഇന്ത്യൻ സിനിമ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് ടോക്സിക്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സിനിമയെക്കുറിച്ച് പലതരത്തിലുള്ള ഗോസിപ്പുകളാണ് പ്രചരിക്കുന്നത്. നിലവിലെ ഔട്ട്പുട്ടിൽ താരം തൃപ്തനല്ലെന്നും സിനിമയ്ക്ക് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉറപ്പാക്കാൻ 100 ദിവസത്തെ അധിക ചിത്രീകരണം വേണമെന്ന് താരം ആവശ്യപ്പെട്ടു എന്നായിരുന്നു പ്രചരണം. ഇതോടെ റിലീസ് 2027 നീളുമെന്ന തരത്തിലും ചർച്ചകൾ സജീവമായി. എന്നാൽ ഈ പ്രചരണങ്ങളെല്ലാം തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് ടോക്സിക്കിന്റെ അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട്. സിനിമയുടെ ചിത്രീകരണവും പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും ഇതിനകം തന്നെ പൂർത്തിയായതാണെന്നും അതിൽ യശ് പൂർണ്ണ തൃപ്തനാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. റീഷൂട്ടിനായി യാതൊരു പദ്ധതിയും നിലവിലില്ല. 800 കോടിയോളം ബജറ്റിലൊരുങ്ങുന്ന ചിത്രം ഗ്ലോബൽ റിലീസായി എത്തിക്കാനാണ് അണിയറ പ്രവർത്തകർ ലക്ഷ്യമിടുന്നത്. സിനിമയുടെ അന്താരാഷ്ട്ര ബിസിനസ് ചർച്ചകളും OTT കരാറുകളും പുരോഗമിക്കുകയാണ്. ഈ വലിയ ഡീലുകൾ പൂർത്തിയാകാൻ സമയമെടുക്കുന്നതിനാലാണ് പുതിയ റിലീസ് തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ വൈകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇതൊക്കെ പറയുമ്പോഴും റെഡിറ്റിലും വിവിധ സിനിമാ ഗ്രൂപ്പുകളിലും ചില ചർച്ചകൾ സജീവമാണ്. അവർ പറയുന്നത് ഇതൊന്നുമല്ല ടോക്സിക്കിന്റെ ഡേറ്റ് മാറാനുള്ള കാരണമെന്നാണ്. ടോക്സിക് 2027 ഫെബ്രുവരി 4 റിലീസ് ചെയ്യുമെന്നും ചിത്രത്തിന്റെ ട്രെയിലർ യഷിന്റെ ജന്മദിനമായ ജനുവരി 8 പുറത്തുവിടുമെന്നാണ് ഇതിലെ പ്രധാന പ്രവചനം. നിതേഷ് തിവാരി സംവിധാനം ചെയ്യുന്ന 4000 കോടിയോളം രൂപ ചെലവ് വരുന്ന രാമായണ പാർട്ട് 1 ഈ വർഷം, അതായത് 2026 ഒക്ടോബർ 30 ദീപാവലിക്ക് മുന്നോടിയായി റിലീസ് ചെയ്യാൻ ലോക്ക് ചെയ്തിരിക്കുകയാണ്. യഷ് ഇതിൽ രാവണനായി അഭിനയിക്കുക മാത്രമല്ല ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ കൂടിയാണ്. ഒക്ടോബർ റിലീസ് ചെയ്യുന്ന രാമായണത്തിന്റെ വമ്പൻ പ്രൊമോഷനുകൾ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ആഗോളതലത്തിൽ ആരംഭിക്കും. ഒരേ സമയം യഷിന് രാമായണത്തിലെ രാവണൻ എന്ന ഗംഭീര കഥാപാത്രത്തെയും ടോക്സിക്കിലെ ഡാർക്ക് ഗ്യാങ്സ്റ്റർ ലുക്കിനെയും അന്താരാഷ്ട്ര വിപണിയിൽ ഒന്നിച്ച് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കില്ലെന്നും അത് സിനിമയുടെ ബിസിനസിനെ ബാധിക്കുമെന്നാണ് സിനിമാ ലോകത്തെ വിലയിരുത്തൽ. സാധാരണയായി ഹോളിവുഡ് വിതരണക്കാർ ഒരു സിനിമ ഏറ്റെടുത്താൽ ആഗോള റിലീസിനായി 6 മുതൽ 8 മാസം വരെ സമയമെടുക്കാറുണ്ട്. അതിനാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ തിയേറ്റർ വിപണി ടോക്സിക്കിന് ലഭിക്കില്ല. മാത്രമല്ല 2027 ജനുവരിയിൽ രൺബീർ കപൂറിന്റെ ലവ് ആൻഡ് വാർ റിലീസിനെത്തുന്നുണ്ട്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വമ്പൻ ഹോളിവുഡ് ഐമാക്സ് ചിത്രങ്ങളും വരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം മുൻനിർത്തി ടോക്സിക്കിന് ഇന്ത്യയിലും ആഗോളതലത്തിലും വലിയൊരു റിലീസ് ഐമാക്സ് തിയേറ്ററുകളും ഉറപ്പാക്കാൻ ഏറ്റവും മികച്ച തീയതി ഫെബ്രുവരി 4 ആണെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വാദിക്കുന്നത്. എന്തായാലും ചിത്രത്തിന്റെ കൃത്യമായ റിലീസ് തീയതിയോ OTT കരാറുകളോ ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ടോക്സിക് സിനിമയ്ക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ഈ സൈബർ ആക്രമണങ്ങൾക്കും ഗോസിപ്പുകൾക്കും പിന്നിൽ കൃത്യമായ അജണ്ടകളുണ്ടെന്നും ഇന്ത്യൻ സിനിമയിലെ വമ്പൻ ബിസിനസ് മത്സരങ്ങളും കോർപ്പറേറ്റ് ലോബികളുമാണ് ഇതിന് പിന്നിലെന്നാണ് ഒരു വിഭാഗം ആളുകൾ അവകാശപ്പെടുന്നത്. ബിഗ് ബജറ്റ് രാമായണ സിനിമയുടെ റിലീസ് മുന്നിൽ നിൽക്കെ യഷിന്റെ ശ്രദ്ധ തിരിക്കാനും ടോക്സിക്കിന്റെ ഹൈപ്പ് കുറയ്ക്കാനും ചില കോണുകളിൽ നിന്ന് ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അതോടൊപ്പം തന്നെ ഗീതു മോഹൻദാസ് എന്ന മലയാളി വനിതാ സംവിധായിക ഇത്രയും വലിയൊരു ബിഗ് ബജറ്റ് ആക്ഷൻ ചിത്രം കൈകാര്യം ചെയ്യുന്നതിലുള്ള ഇൻഡസ്ട്രിയിലെ ചിലരുടെ അസൂയയും ഈ വ്യാജ വാർത്തകൾക്ക് കാരണമാകുന്നുണ്ടെന്നാണ് മറ്റൊരു ഭാഗത്തിന്റെ പക്ഷം. അതേസമയം കേരളത്തിലടക്കം ടോക്സിക്കിന്റെ ഓരോ അപ്ഡേറ്റ് പുറത്തു വരുമ്പോഴും ഗീതു മോഹൻദാസിനെ മെൻഷൻ ചെയ്തുകൊണ്ട് സൈബർ ആക്രമണം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. വമ്പൻ റിലീസുകൾ വരുമ്പോൾ തിയേറ്ററുകൾ സ്വന്തമാക്കാനുള്ള വലിയ മത്സരങ്ങളുടെ ഭാഗമായി ഇത്തരം പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത് സിനിമാ ബിസിനസ്സിൽ പുതിയ കാര്യമല്ല. എങ്കിലും ഔദ്യോഗിക പ്രതികരണങ്ങളിലൂടെ ഈ അജണ്ടകളെ തകർക്കാൻ അണിയറ പ്രവർത്തകർക്കും ഗീതു മോഹൻദാസിനും കഴിയുമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. ജൂൺ 4 ചിത്രം ആദ്യം റിലീസ് ചെയ്യാൻ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ സിനിമാകോൺ 2026 വേദിയിൽ ചിത്രത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പിന് ലഭിച്ച മികച്ച പ്രതികരണത്തെ തുടർന്ന് വേൾഡ് വൈഡ് സിനിമാറ്റിക് ഇവന്റായി സിനിമയെ മാറ്റാൻ നിർമ്മാതാക്കൾ തീരുമാനിക്കുകയായിരുന്നാണ് റിപ്പോർട്ടുകൾ. റീഷൂട്ട് വാർത്തകൾ നിർമ്മാതാക്കൾ നിഷേധിച്ചത് ആരാധകർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നതെങ്കിലും വരും ദിവസങ്ങളിൽ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരിൽ നിന്നും പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ ലോകം. എന്നാലും ഇത്തരം ഗോസിപ്പുകളുടെ ഉറവിടം എവിടെ നിന്നായിരിക്കും? എന്തായിരിക്കും അവരുടെ ഉദ്ദേശം?